കഴിഞ്ഞ കൊല്ലം വരെ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററും പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററും ഇത് രണ്ടും കമ്പൈൻ ആയിട്ട് ഒറ്റ ചാപ്റ്റർ ആയിട്ടായിരുന്നു ഇതുവരെയും തന്നിരുന്നത്. സോ കഴിഞ്ഞ കൊല്ലം വരെ ചോദിച്ചിരുന്ന ഓണപ്പരീക്ഷയ്ക്കായിരുന്നോട്ടെ, അല്ലെങ്കിൽ ആനുവൽ എക്സാമിനായിരുന്നോട്ടെ, മോഡൽ എക്സാമിനായിരുന്നോട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ രണ്ട് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരുന്ന, അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്ററിലെയും PYQs ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 2023 മോഡലിന് ചോദിച്ചതാണ്. The sum of first 5 terms of an arithmetic sequence is 145. Find the third term. അതായത് ഒരു ബീജഗണിത രൂപത്തിന്റെ സമ്മ്, 5 ടേമിന്റെ സമ്മ് എത്രയാ തന്നത്? S5 എന്ന് പറയുന്നത് 145 145 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ തേർഡ് ടേം. അതായത് തേർഡ് ടേം 5 പദങ്ങളുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ x1 x2 x3 x4 x5 5 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിൽ മൂന്നാം പദം എന്ന് പറയുന്നത് x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 1 2 3. ഇതെന്തായിരിക്കും? മിഡിൽ ടൈം ആയിരിക്കും അല്ലേ? മൂന്നാം പദം എന്ന് പറയുന്നത് മിഡിൽ ടൈം ആയിരിക്കും. അപ്പം സമ്മ് തന്നിട്ടുണ്ട്, 5 പദങ്ങളുടെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാം പദം കാണാനാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പം അതായത് സമ്മ് ഈക്വൽ ടു മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. അതായത് ആകെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദം, അതായത് നടുവിലത്തെ പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് കിട്ടും. ഇവിടെ നമുക്ക് അറിയാവുന്ന സമ്മ് എന്ന് പറയുന്നത് 145 ആണ്. മിഡിൽ ടൈം നമ്മൾ കാണാൻ പോകുന്നു, നമ്പർ ഓഫ് ടൈം 5. അപ്പം 145 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പം x3 എത്ര കിട്ടും? x3 145 ബൈ 5 ചെയ്യുമ്പം x3 എന്ന് പറയുന്നത് 29 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2023 തന്നെ ആനുവൽ എക്സാമിന് ചോദിച്ചതാണ്. ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് 7, 13, 19 എക്സെട്ര. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എന്താണ് കോമൺ ഡിഫറൻസ്? സിമ്പിൾ അല്ലേ? കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 13 - 7 6 ആൻസർ. ഫൈൻഡ് ദ 11th ടേം. 11th ടേം കാണാൻ അറിയാം. xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചാണ്. അതിങ്ങോട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം x1 ഫസ്റ്റ് പദം ഏതാ? 7 പ്ലസ് n 11 മൈനസ് 1 ഇൻറ്റു d 6. അപ്പം 7 പ്ലസ് 10 ഇൻറ്റു 6 67 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വീഡിയോ സ്പീഡാണെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് കാണാം, അതായിരിക്കും നന്നാവുക. നമുക്ക് വേഗം തീർക്കണ്ടേ, അതുകൊണ്ട്. എ സീക്വൻസ് ഈസ് റിട്ടൺ ബൈ ആഡിങ് 3 ടു ദ മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് d എന്ന് പറയുന്നത് 4 ആണ്. ഈ ഒരു ഇതിനോട് അതായത് കോമൺ ഡിഫറൻസ് d ആയതുകൊണ്ട് ഇതിന്റെ ആൾജിബ്രായിക് ഫോം, അതായത് ബീജഗണിത രൂപം കാണാനാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഒരു ബീജഗണിത രൂപം എന്ന് പറയുന്നത് an പ്ലസ് b എന്നാണ്. ഈ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണെന്നറിയാം. b എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന ഈ 3യും ചെയ്ത് കഴിഞ്ഞാൽ ബീജഗണിത രൂപം, ഈ ഒരു ക്വസ്റ്റ്യന്റെ ബീജഗണിത രൂപം എന്തായിരിക്കും? 4n പ്ലസ് 3 ആയിരിക്കും. ഫൈൻഡ് ദ 10th ടേം. A പാർട്ട് കഴിഞ്ഞു, B പാർട്ട്. ഫൈൻഡ് ദ 10th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. അത് x10 എന്ന് പറഞ്ഞാൽ 4 × 10 + 3 40 + 3 43. ഓക്കെ, C 100 ഈസ് എ ടേം ഓഫ് സീക്വൻസ്. വൈ 100 ടേം ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമുക്കൊരു കാര്യം അറിയാം, ഈ 43 ടേം ആണെന്നുള്ളത് കിട്ടിയിരിക്കുന്നത്. അപ്പം 43 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ, ഇവിടെ 43 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, റിമൈൻഡർ ഏതാന്നുള്ളത് നോക്കാം. 43ൽ അപ്പം ഈ അരിത്മെറ്റിക് കോമൺ ഡിഫറൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 43 ഡിവൈഡ് ബൈ 7 അല്ല, കോമൺ ഡിഫറൻസ് 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 4 3 ആണ് ഇവിടെ സിസ്റ്റം വരുന്നത് അല്ലേ? 3 ആണ് സിസ്റ്റം വരുന്നത്. ഈ 3 തന്നെ എന്ത് വരണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക.
100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇവിടെ റിമൈൻഡർ 3 കിട്ടിയ പോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം 100 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 28205 കിട്ടുന്നില്ല. ഇതെന്താ ഫുള്ളി ഡിവിസിബിൾ ആണ്. അതായത് ഈ 3 തന്നെ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ടേം ചെയ്യണം. പക്ഷെ ഇവിടെ എന്താണ് 0 ആണ് വന്നത്. അതുകൊണ്ട് എന്താ 100 ഈസ് നോട്ട് ടേം. 100 എന്താ ഇതിലെ ടേം അല്ല. സി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ 2023 ഫൈനൽ തന്നെ ചോദിച്ചിരുന്നതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പർ ഒരു കൗണ്ടിങ് നമ്പേഴ്സ്, ഒരു 1 2 3 4 5 അങ്ങനെ പോകുന്ന നമ്പറിൻ്റെ 20 എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. ഒന്നുകിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ സംഖ്യയുടെ സമ്മ് കാണാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ കാണാം. ഞാൻ ഏതായാലും ഇത് ചൂസ് ചെയ്യാണ്, ഈ ഇക്വേഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ 20 n പ്ലസ് 1 21/2. ഇതും കട്ട് ചെയ്യും, 10 ആവും. 210 ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ഇക്വേഷനിലും ഇട്ടിട്ട് പുട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് പറയാം. സോ എന്തായാലും ഇതന്നെ ആയിരിക്കും. അത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ 5 9 11 5 9, 5 9, 13 എക്സെട്ര എക്സെട്ര എക്സെട്ര. ബി പാർട്ട് ക്വസ്റ്റ്യൻ. കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. ഫസ്റ്റ് ടേം എന്താണ്? 5 ആണ്. അപ്പം xn ഈക്വൽ ടു എന്നാം പദം ബീജഗണിത രൂപം കാണാനാണ് പറയുന്നത്. അതായത് ആൾജിബ്രായിക് ഫോം കാണാനാണ്. അപ്പോൾ 5 പ്ലസ് n-1 ഇൻറ്റു 4 ചെയ്യുമ്പോൾ ഇത് സോൾവ് ചെയ്യുക. 5 പ്ലസ് 4n-4 ഈക്വൽ ടു 4n പ്ലസ് 1 ആണ് ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം. ഇനി സി പാർട്ട് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് 20 ടേം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേം. ഈ സീക്വൻസിൻ്റെ തന്നെ S20 കാണാനാണ് പറയുന്നത്. n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. ഈ x1ൻ്റെ ബേസിൽ ഞാൻ നേരത്തെ a ഉപയോഗിച്ചത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. a ആയിട്ടും f ആയിട്ടും x1 ആയിട്ടും ഒക്കെ പലരും പല രീതിക്കും യൂസ് ചെയ്യും. എന്തായാലും ഫസ്റ്റ് പദമാണ് ചോദിക്കുന്നത്. n/2 ആണ് 20, 20/2 10 അത് ഞാനിപ്പോൾ എഴുതുന്നില്ല. 2 ഇൻറ്റു 5 പ്ലസ് n-1 90 ഇൻറ്റു d കോമൺ ഡിഫറൻസ് 4 ഈക്വൽ ടു 10 ഇൻറ്റു 10 പ്ലസ് 19 ഇൻറ്റു 4 76. അപ്പം 10 86 860 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. 6ാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 46 ആണ്. കോമൺ ഡിഫറൻസ് 8 ആണ് എന്നുണ്ടെങ്കിൽ 16th ടേം 16ാം പദം എത്ര എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 16ാം പദം എത്ര എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ്? x6 ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ x1 അറിയില്ല. x1 പ്ലസ് n-1 എന്ന 6 - 1 5 ഇൻറ്റു d എന്ന് പറയുന്നത് 8. അപ്പം x1 പ്ലസ് 40 ചെയ്യുമ്പോഴാണ് 6ാം പദം കിട്ടുന്നത്. 6ാം പദം കിട്ടുന്നത് x1 പ്ലസ് 40 ചെയ്യുമ്പോഴാണ് 6ാം പദം കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഇവിടെ ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46. ഇത് 46 ആണെന്നുള്ളത് അറിയാം. അപ്പോൾ 46 ഈക്വൽ ടു x1 പ്ലസ് 40 ദെൻ x1 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60th ടേം കാണാൻ എളുപ്പമല്ലേ? കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അപ്പോൾ x60 എന്ന് പറയുന്നത് എന്താണ്? 6 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു d എന്ന് പറയുന്നത് 8. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6 പ്ലസ് 120 126. ഇതാണ് എ പാർട്ടത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ 21st ടേം. 21st ടേം കാണാനും സിമ്പിളാണ്. ബി പാർട്ടാണ്. x21 ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ഈ ഇക്വേഷൻ വെറുതെ എഴുതുന്നതല്ല, ഇത് നിങ്ങൾ കണ്ട് പഠിക്കാനും വേണ്ടിയിട്ടാണ്. സോ
x21 ഈക്വൽ ടു 6 പ്ലസ് 21 മൈനസ് 1 ഇൻറ്റു ഡി എത്ര കിട്ടുക 8 ആണ് 8 ആണ് 8 ആണ് 8 അല്ലേ 8 ആണ്. സോ 8 6 പ്ലസ് 20 ഇൻറ്റു 8 എത്ര 166. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് first 7 term of an arithmetic sequence is 140 and sum of first 11 term is 440. What is the fourth term of an arithmetic sequence? ഇതെന്താ ചെയ്യുക? ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. S7 ഈക്വൽ ടു n/2 7/2 ഇൻറ്റു 2x1 പ്ലസ് n-1 7 മൈനസ് 1 ഇൻറ്റു ഡി അറിയില്ല, അപ്പം അങ്ങനെ തന്നെ എഴുതുക. സോ ഇത് ചെയ്യുമ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 7/2 ഇൻറ്റു 2x1 പ്ലസ് 6 ഇൻറ്റു ഡി S7 എന്ന് പറയുന്നത് 140 ഇൻറ്റു 2 ആണെങ്കിൽ അങ്ങനെ ചെയ്ത് ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇനി ഇതേപോലെ ഇതിന് സോൾവ് ചെയ്യുക. S11 ഈക്വൽ ടു 11/2 ഇൻറ്റു 2x1 പ്ലസ് 11 മൈനസ് 1 10 ഇൻറ്റു ഡി. S11 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 440 ഈക്വൽ ടു 11/2 ഇൻറ്റു 2x1 പ്ലസ് 10 ഇൻറ്റു ഡി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഫ്രം 1 ആൻഡ് ഫ്രം 2 ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വെച്ച് ചെയ്യുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അത് വെച്ച് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 ഇൻറ്റു 140 280 ഈക്വൽ ടു 7 ഇൻറ്റു 2x1 എത്ര 14x1 പ്ലസ് 7 ഇൻറ്റു 6d എത്ര 42d. ഇതിന് ഇനി എന്ത് ചെയ്യാം? ഇനിയൊന്നും ചെയ്യണ്ട. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷനും ഒന്ന് ചെയ്തു നോക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോൾ 440 ഇൻറ്റു 2 880 ഈക്വൽ ടു 22x1 പ്ലസ് 11 10d. ഇവിടെ ഈ രണ്ട് ഇക്വേഷനിലും ഒന്നും കൂടി ഒന്ന് ചെറുതാക്കാം. ഈ 280 ഇൻറ്റു 14x1 പ്ലസ് 42d എന്നുള്ളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും? 140 ഈക്വൽ ടു 7x1 പ്ലസ് 42 എന്നുള്ളത് 21d എന്നാവും. ഇതിനെ ഒന്നും കൂടി ചെറുതാക്കി നോക്കാം. 7 കൊണ്ട് ചെറുതാക്കി നോക്കുമ്പോൾ എത്ര കിട്ടും? 140 ഡിവൈഡ് ബൈ 7 എന്നതിൽ 2 വേനൽ. അപ്പം 20 ഈക്വൽ ടു x1 പ്ലസ് 3d. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ ഇവിടെയും ഇതേപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11x1 പ്ലസ് 55d 40 ഈക്വൽ ടു x1 പ്ലസ് 5d. ഇതിന് ഇക്വേഷൻ നമ്പർ 4 ആയിട്ടും കൺസിഡർ ചെയ്യുക. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തമ്മിൽ ഉണ്ടാക്കുക മൈനസ് ചെയ്യുക. അതായത് 4 മൈനസ് 3 ചെയ്യുക. 4 മൈനസ് 3 ചെയ്യുമ്പോൾ 40 മൈനസ് 20 എന്ന് പറയുന്നത് 20 ഈക്വൽ ടു ഈ x1 കട്ട് ചെയ്യും 5 3 കട്ട് ചെയ്യുമ്പോൾ 2d. d എന്ന് പറയുന്നത് 10 കിട്ടും. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? ഫോർത്ത് ടേം കാണാനാണ് പറഞ്ഞത്. ഈ d കിട്ടിയ സ്ഥിതിക്ക് x1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ചെയ്താൽ പോലെ. സപ്പോസ് ഞാൻ ഇത് മുകളിലത്തെ ഇക്വേഷനിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ പുട്ട് d ഇൻ പൊതുവ്യത്യാസം ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇടാം. അപ്പം d ഇൻ ഇക്വേഷൻ നമ്പർ 3 20 ഈക്വൽ ടു x1 പ്ലസ് 3 ഇൻറ്റു 10. അപ്പം x1 പ്ലസ് 30 20 x1 20 മൈനസ് 30 മൈനസ് 10. ഓക്കെ, മൈനസ് 10. ഫസ്റ്റ് പദവും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. അങ്ങനെ ആകുമ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? x4 ഫോർത്ത് ടേം കാണാനാണ്. x4 എന്ന് പറയുന്നത് x1 പ്ലസ് n-1 ഇൻറ്റു ഡി. x1 നമുക്ക് അറിയാം -10 പ്ലസ് n-1 3 ഇൻറ്റു ഡി. ഡി നമുക്കറിയാമല്ലോ അല്ലേ,
ടെൻ അല്ലേ, സോറി, ഡി എത്രയാ, ഡി ടെൻ, ഡി ടെൻ, ഡി ടെൻ ആണ്, ഡി ടെൻ ആണ്. അപ്പം x4 ഈക്വൽ ടു -10 പ്ലസ് 30, x4 ഈക്വൽ ടു 20. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ബി പാർട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് സിക്സ്ത് ടൈം. സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. x6 ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, x1 -10 പ്ലസ് 5 ഇൻറ്റു 10 എത്ര, x6 40. ഇനി സി പാർട്ട് ഉണ്ട്. സി പാർട്ട് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടു, 10. ഡി പാർട്ട് ഫസ്റ്റ് ടൈം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒക്കെ നമ്മളിതാ ഇവിടെ മുന്നേ കണ്ടു കഴിഞ്ഞതാ. കോമൺ ഡിഫറൻസും കണ്ടു, ഫസ്റ്റ് ടൈം -10 ആണെന്നും കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഫിലാഷ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 8ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 മോഡലിന് ചോദിച്ചതാണ്. 8th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, 8th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് 19th ടൈം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ഇത് രണ്ടും സം ചെയ്യുമ്പോൾ x8 പ്ലസ് x19 എന്ന് പറയുന്നത് 125 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് 7th ടേം ആൻഡ് 20th ടേം? 7ാം പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും തുക എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പം എ പാർട്ട്, വാട്ട് ഈസ് സം ഓഫ് 7th ആൻഡ് 20th? ആദ്യം ഇതിനൊരു ഇക്വേഷൻ നേരത്തെ ഒക്കെ ചെയ്ത പോലെ ഉണ്ടാക്കുക. അതായത് x8 ഈക്വൽ ടു x1 പ്ലസ് 6d ആയിരിക്കും. അതേപോലെ x90 ഈക്വൽ ടു x1 പ്ലസ് 19th ടേം പറയുമ്പോൾ 18d അല്ലേ വരാ? 18d ആയിരിക്കും വരാം. ഓക്കെ, ഇതിനെ ഇപ്പം ഇക്വേഷൻ നമ്പർ എ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ ബി എന്ന് വിളിക്കുക. അതേപോലെ x7നും x20നും ഇക്വേഷൻ ഉണ്ടാക്കുക. x7 എന്ന് പറയുന്നത് x1 പ്ലസ് 6d, x20 ഈക്വൽ ടു x1 പ്ലസ് 19d. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ x7നും x20യും ആഡ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും എന്നുള്ളതാണ് പറയേണ്ടത്. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. അപ്പം x7 പ്ലസ് x20 ഈക്വൽ ടു x1ഉം x1ഉം ആഡ് ചെയ്യുമ്പോൾ 2x1 പ്ലസ് 25d. 6ഉം 19ഉം ആഡ് ചെയ്യുമ്പോൾ 25d. സിമിലർ വേ ഇതും 8ാം പദം 19ാം പദം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളത് ചെയ്ത് നോക്കുക. x1ഉം x1ഉം 2x1 പ്ലസ് 18ഉം 6ഉം എത്ര? 24 അല്ലേ വരുള്ളൂ? 24d. 24. സോറി, ഇവിടെ മുകളിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. x8 എന്ന് പറയുമ്പോൾ ഇവിടെ 7 അല്ലേ വരാം? x8 പറയുമ്പോൾ ഇവിടെ 7 ആണ് വരാം. അപ്പം x8 ഈക്വൽ ടു x1 പ്ലസ് 7, അപ്പോൾ ഇവിടെ 25d ആണ് വരാം. അപ്പോൾ ഇത് രണ്ടും, ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് ചെയ്യുമ്പോൾ ഫ്രം 1 and 2 ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. x8 പ്ലസ് x19 ഈക്വൽ ടു 2x1 പ്ലസ് 25d. ഈ ഭാഗവും ഇതിൻ്റെ ഈ RHSഉം റൈറ്റ് ഭാഗത്തുള്ളതും ഇതിൻ്റെ റൈറ്റ് ഭാഗത്തുള്ളതും സെയിം ആയതുകൊണ്ട് x8 പ്ലസ് x19 എന്ന് പറയുന്നതും x7 പ്ലസ് x20 എന്ന് പറയുന്നതും സെയിം ആണ്. ഇത് സെയിം ആകുമ്പം 2x1 പ്ലസ് 25d ഈക്വൽ ടു 2x1 പ്ലസ് 25d. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8th ടേമിൻ്റെയും 19th ടേമിൻ്റെയും സമ്മ് 125 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഇതെന്താ 125 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്താണ് 125 എന്നായിരിക്കും വരാം. അതായത് 7ാം പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും തുക എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, തുക എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, തുക കിട്ടി. അപ്പം 6th ടേം ഈസ് 40, 6ാം പദം 40 ആണ്. ദെൻ ഫൈൻഡ് ദ 21st. ഇതാണ് ബി പാർട്ട്.
ബി പാർട്ട് ചെയ്യാണ്. x6 ഈക്വൽ ടു 40. ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പം x1 പ്ലസ് 5d ഈസ് ഈക്വൽ ടു 4d. $25 എന്ന് പറയുന്നത് 125 ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പറിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിക്കണം. ഏതെങ്കിലും ഒരു വേരിയബിൾ, ഏതെങ്കിലും ഒരു സംഭവം എന്താക്കണം, ഒന്നാക്കണം. അതുകൊണ്ട് ഇവിടെ 5, ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ വന്നു. അപ്പോൾ എന്താ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1നെ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x1 പ്ലസ് 25d ഈക്വൽ ടു 200 എന്നാവും. ഈ ഇക്വേഷൻ ഫസ്റ്റ് എന്താവും? ഇങ്ങനെ ആയിട്ട് മാറും. 2x1 പ്ലസ് 25d ഈക്വൽ ടു 125. ഇനി എന്താക്കുക? സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ, പുതിയ ഇക്വേഷന് പഴയ ഇക്വേഷൻ 2 എന്താക്കുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5ന്ന് 2 കുറച്ചാൽ 3x1, ഇതും കട്ട് ചെയ്യും. ഈക്വൽ ടു 200ന്ന് 125 കുറച്ചാൽ 75. സോ x1 എന്ന് പറയുന്നത് 25. ഇനി ഈ x1 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടാൻ പുട്ട് x1 ഈക്വൽ ടു 25 in 1. ഇക്വേഷൻ നമ്പർ 1ൽ ഇട്ട് നോക്കുക. x1 പ്ലസ് 5d, 25 പ്ലസ് 5d ഈക്വൽ ടു 40. അപ്പോൾ 5d ഈക്വൽ ടു 15, d ഈക്വൽ ടു 3. ഈ വാല്യൂ വെച്ചിട്ട് x21 കാണാം. 25 പ്ലസ് 20 ഇൻറ്റു 3 ഈക്വൽ ടു 25 പ്ലസ് 60 ഈക്വൽ ടു x21 ഈക്വൽ ടു 85. ഓക്കെ, സോ ഇനി സി പാർട്ട്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേം. സി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. S26 n/2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു t. S26 26/2 ഇൻറ്റു 2 ഇൻറ്റു 25 പ്ലസ് 26 മൈനസ് 1 25 ഇൻറ്റു d3. 13 ഇൻറ്റു 15 പ്ലസ് 75. 13 into 125 equal to 1625. S26 1625. So next question, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ 5 8 11 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ 20ാം പദം. സിമ്പിൾ. ഫസ്റ്റ് എ പാർട്ട് സിമ്പിൾ ആണ്. x1 5. ഇനി ഇക്വേഷൻ ഒന്നും ഞാൻ എഴുതുന്നില്ല. n-1 എന്ന് പറയുന്നത് 19 ഇൻറ്റു d എന്ന് പറയുന്നത് 8ന്ന് 5 കുറച്ചാൽ 3. അപ്പോൾ എത്ര കിട്ടും? 5 പ്ലസ് 19 ഇൻറ്റു 3 57 62. ഓക്കെ, ഇനി വാട്ട് ഈസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാൻ എന്താ? xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ n ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ വാല്യൂസ് ഇട്ടുകൊടുക്കുക. 5 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3. 5 പ്ലസ് 3n മൈനസ് 3, 3n പ്ലസ് 2. xn ഈക്വൽ ടു 3n പ്ലസ് 2. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ. ആൾജിബ്രായിക് എക്സ്പ്രഷൻ സം ഓഫ് n ടേം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ സം ഓഫ് n ടേം n² പ്ലസ് n ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് സീക്വൻസ്. എന്ന് പറയുന്നത് n-ന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ S1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 ഈക്വൽ ടു 2. ഒരു പദത്തിൻ്റെ തുക 2 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം എന്തായാലും എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി പാർട്ട് എങ്ങനെ ചെയ്യും? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേം. S10 ഇട്ട് കൊടുക്കുക. 10² പ്ലസ് 10 110. ഓക്കെ, ഇനിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 6 10 14 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഒരു സമാന്തര ശ്രേണികളുടെ 15 പദങ്ങളുടെ തുക. S15 ഈക്വൽ ടു n/2 15/2 2 ഇൻറ്റു x1 2 ഇൻറ്റു xn. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഇതാണ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d.
ഈ ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കുന്നത് n/2 ഇൻറ്റു 2 ഇൻറ്റു x1 6 പ്ലസ് n-1 15 മൈനസ് 1 14 ഇൻറ്റു d കോമൺ ഡിഫറൻസ് 4. അപ്പം 15/2 ഇൻറ്റു 2 ഇൻറ്റു 6 12 പ്ലസ് 1 അല്ല 56 40 ഇൻറ്റു 4 56. അപ്പോൾ 12 പ്ലസ് 56 എന്ന് പറഞ്ഞാൽ 68 ആണ്. 68 ഈ 68ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 34. 50 ഇൻറ്റു 34 എത്രയാ 510 ആണ്. അപ്പം എ പാർട്ട് കഴിഞ്ഞു. ഇനി സി പാർട്ട്. എ പാർട്ട് കഴിഞ്ഞാൽ ബി അല്ലേ വരാം. എന്താ ചെയ്യാം? ബി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് 60th ടേം? ആദ്യം എന്ത് ചെയ്യുക? 60th ടേം കാണാം. 60th ടേം 6 പ്ലസ് 50 ഇൻറ്റു ഡി 6 പ്ലസ് 60 ഇൻറ്റു ഡി 66. 60 എന്ന് പറയുന്നത് 66. ഇനി ഫസ്റ്റ് ടേം നമുക്ക് അറിയാം. ഫസ്റ്റ് ടേം എത്രയാ? ഫസ്റ്റ് ടേം 6 ആണ്. അപ്പം 66 6ന്ന് 66 മൈനസ് ചെയ്യാം. x1ഉം അറിയാം, x16ഉം അറിയാം. അപ്പം x60 മൈനസ് x1 ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 66 മൈനസ് 6 60 ആയിരിക്കും. സോ ഇനി ഇക്വേഷൻ നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് 15 ടേം 510 സം ഓഫ് നെക്സ്റ്റ് 50 ടേം. അതായത് 1 മുതൽ 15 വരെയുള്ള സംഖ്യൻ്റെ സമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 510 ആണെന്ന്. ഇനി 16ാം പദത്തുനിന്ന് 30ാം പദം വരെയുള്ള സമ്മാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെന്ത് ചെയ്യണം? 30 വരെയുള്ള പദത്തിൻ്റെ സമ്മ് കണ്ടിട്ട് ഈ സമ്മ് കണ്ടിട്ട് എന്താക്കുക? ഇതിനോട് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതായത് S60 മൈനസ് 30 കിട്ടാൻ എന്ത് ചെയ്യണം? S30ന്ന് മൈനസ് 1 മുതൽ 15 വരെയുള്ള സംഖ്യ കുറയ്ക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യത്തെ 30 സംഖ്യകളുടെ തുക കിട്ടണം. n/2 30/2 2 ഇൻറ്റു x1 2 ഇൻറ്റു x1 2 ഇൻറ്റു 6 പ്ലസ് n-1 29 ഇൻറ്റു d 4 50 ഇൻറ്റു 12 പ്ലസ് 116 50 ഇൻറ്റു 12 പ്ലസ് 116 128. ഇത് ചെയ്യുമ്പോൾ 1920 ആണ് കിട്ടുക. സോ 30 പദങ്ങളുടെ തുക കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സംഖ്യ എന്ന് ഈ കിട്ടിയ സംഖ്യ എന്ന് എന്താക്കുക? ഈ ടേം കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. സോ S60 മുതൽ 16ാമത്തെ പദം മുതൽ 30ാമത്തെ പദം വരെയുള്ള സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? S30 മൈനസ് S15 S30 മൈനസ് S15 അതായത് 1920 510 ആദ്യം കിട്ടിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1410. ഇതാണ് ആൻസർ. ഇതാണോ ആൻസർ? പിന്നെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 50 ടേം. അതായത് ഇതുമല്ല ആൻസർ. ഇതെന്താണ്? 16ാം പദം മുതൽ 30ാം പദം വരെയുള്ള വ്യത്യാസം മാത്രമേ ആ ഒരു ടേമിൻ്റെ ഇതേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിന്ന് എന്താക്കണം? 510 കുറയ്ക്കണം. കാരണം എന്താ? അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് x16 മൈനസ് 30x 16 മുതൽ 30 വരെയുള്ള തുകയെന്ന് 1 മുതൽ 15 വരെയുള്ള കുറച്ച് നോക്കാം. അപ്പം 1410 മൈനസ് 510 ഈക്വൽ ടു 900. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യനൊക്കെ സിമ്പിളാണ്. ഇതൊന്ന് കാണാം. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 3 7 11? സിമ്പിളാണ്. ആൻസർ കമൻറ്റ് പറയാം. ഓക്കെ, കോമൺ ഡിഫറൻസ് ആണ്. കമൻറ്റ് പറയാം. ദെൻ റൈറ്റ് ദ 3 ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം. ഒരു സമാന്തര ശ്രേണിയിലെ 1ാം പദം 6ഉം കോമൺ ഡിഫറൻസ് 4ഉം ആയാൽ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേം. 1 2 3 x1 x2 x3. x1 ഓൾറെഡി കിട്ടിയിരിക്കുന്നത് 6, എന്തായിരിക്കും അടുത്ത 2 പദം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാം. ദെൻ ഈ ക്വസ്റ്റ്യൻ റൈറ്റ് 2 നെക്സ്റ്റ് 2 ടേം. ഈ ഒരു സമാന്തര ശ്രേണി 5 12 19 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണി ഒരു സീക്വൻസിൻ്റെ അടുത്ത
രണ്ട് പദങ്ങൾ പറയാം. വേഗം പറയാം. അടുത്തത് എന്താ? ദ സം ഓഫ് ഫസ്റ്റ് 7 ടേം. 7 എന്ന് പറയുന്നത് 84 ആണ്. ഫോർത്ത് ടേം ഫൈൻഡ് ഇറ്റ്സ് ഫോർത്ത് ടേം കാണാനാണ് പറയുന്നത്. ഇത് എന്താണ്? 7 പദങ്ങൾ 1 2 3 4 5 6 7. ഈ x4 ഫോർത്ത് ടേം എന്ന് പറയുന്നത് 1 2 3 4 1 2 3 4. ഇതെന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ സം ഈക്വൽ ടു മിഡിൽ ഇൻറ്റു നമ്പർ ഓഫ് ടേം ആയിരിക്കും. ഇത് വെച്ചിട്ട് പറയാം. അതായത് എന്താ? x4 എന്ന് പറയുന്നത് സം 84 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേം. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. x4 ഈക്വൽ ടു 12 ആയിരിക്കും ആൻസർ. അപ്പം താങ്ക് യു. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉപകാരമായെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബൈ.